ഞങ്ങൾ സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിന് സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാങ്ങിച്ചു എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇനോഗ്രേറ്റ് ചെയ്യാം. ബാഗ് ഇനോഗ്രേറ്റ് ചെയ്തു. ആദ്യം തന്നെ എനിക്ക് ഇതാണ് കേട്ടോ ബാഗ്. കുറച്ച് വലിയ ബാഗ് വേണമായിരുന്നു. ഞാൻ കുറച്ചധികം ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ബാഗ് എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് ബ്രൗൺ പേപ്പർ. അപ്പോൾ ഇതുപോലത്തെ ഞങ്ങൾ എടുത്തേക്കുന്ന ഈ പ്രാവശ്യം ഇതിങ്ങനെ പൊങ്ങി ഉള്ള ടൈപ്പാണ് ഈ പ്രാവശ്യം എടുത്തേക്കുന്നത്. രണ്ടും എടുത്തിട്ടുണ്ട്. സാധാ ബ്രൗൺ പേപ്പറും ഉണ്ട്, അല്ലാത്തയുള്ള ഇതും എടുത്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഒന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അടുത്തത് ലഞ്ച് ബാഗാണ് കേട്ടോ. എനിക്ക് ഈ ബാഗിൽ കുറച്ച് ഹെവി ആയിട്ടുള്ളതുകൊണ്ട് ലഞ്ച് ബാഗും വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലഞ്ച് ബാഗ്. ഇങ്ങനെ ഇങ്ങനെ സിപ്പ് ചെയ്യുന്ന ബോട്ടിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇപ്രാവശ്യം എല്ലാം പിങ്കാണ്. എൻ്റെ ടിഫിൻ ബോക്സ് ഒഴിച്ച് ബാക്കി എല്ലാം പിങ്കാണ്. പിങ്ക് കളർ ബോട്ടിൽ സിപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. രൂപയായിരുന്നു ഇതിൻ്റെ വില. ഇപ്പം പ്ലാസ്റ്റിക് ബോട്ടിലിനെക്കാട്ടിലൊക്കെ നല്ല നമുക്ക് സ്റ്റീൽ ബോട്ടിൽ തന്നെയാണ്. ബോക്സാണ് കേട്ടോ, കാൽക്കുലേറ്റർ ഉള്ള ബോക്സ്. ഞാൻ പരീക്ഷയുടെ സമയത്ത് നടക്കില്ല. ഇങ്ങനെ കേട്ടോ കാൽക്കുലേറ്റർ. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നിട്ട് ഇവിടെ മെർമെയ്ഡിൻ്റെ പടമുള്ള കാൽക്കുലേറ്ററാണ്. നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഷാർപ്നറുണ്ട്, വേസ്റ്റും കളയുന്നത്. ചോറ്റുപാത്രം. ഇതാണ് കേട്ടോ ചോറ്റുപാത്രം. ഇത് ഞാൻ കുറച്ച് സിമ്പിളായിട്ട് തുറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ക്ലിപ്പുള്ളത് വാങ്ങിച്ചത് കേട്ടോ. ഇല്ലെങ്കിൽ നല്ല പാടായിരിക്കും പിള്ളേർക്ക്. അപ്പം ഇതാകുമ്പോഴത്തേന് കുറച്ച് ഈസി ആയിട്ട് അവർക്ക് അടയ്ക്കാനും സെക്യൂറായിട്ട് ഇരിക്കാനും പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്തത്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 2 പേന വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റുള്ളത് അപ്സരയുടെ പെൻസിലാണ്. പിന്നെ ഒരു ഫ്ലവർ ടൈപ്പ് ഉള്ളതും കളർഫുള്ളായിട്ടുള്ളതും. ഇത് ഫാൻസിയാണ്, അതായത് ഒരു ഭംഗിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. നല്ല ഇറേസർ വേണ്ടേ, നമ്മുടെ അപ്സരയുടെ ഇറേസറാണ്. അപ്പം ഈ പെൻസിലിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇറേസറും അതുപോലെ തന്നെ ഷാർപ്നറും ഒക്കെ കിട്ടും. പക്ഷേ ഇത് ആ ഒരു ഭംഗി കണ്ടുകൊണ്ട് വാങ്ങിച്ചതാണ്. ബിയോണ്ട് മോൻ്റെ കാണിച്ചു തരും. ബിയോണ്ട് മോൻ്റെ സെപ്പറേറ്റാണ്, വേറെ ഡിസൈനാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ പിന്നെ ഞങ്ങളുടെ ഫോട്ടോയുള്ള കീ ചെയിനും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫോട്ടോയിലെ നെയിം സ്ലിപ്പും കീ ചെയിനും ഉണ്ട്. എൻ്റേതായിട്ടുള്ളത് 2 റാപ്പറാണ്. ബിയോണിൻ്റെ ഈ ഒരു ഡിസൈനിലാണ് റാപ്പറുള്ളത്. നല്ല ഭംഗിയുണ്ട്, റെയിൻബോ കളർ. ബിയോണു ഫുള്ളായിട്ട് ബ്ലൂവിൻ്റെ ആളാണ്. അപ്പോൾ മോള് പിങ്കിൻ്റെ ആളാണ്, ബിയോണു ബ്ലൂവിൻ്റെ ആളാണ്. അപ്പോൾ അതാ ബിയോണു ഓരോന്നോരോന്നായിട്ട് ഇനി ബിയോണിൻ്റെ സാധനങ്ങൾ കാണിച്ച്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ടുള്ളത് പേരും പടവും ഉള്ള ഒരു ബ്ലൂ കളർ നെയിം സ്ലിപ്പാണ്. ഇത് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് എൻ്റെ കൂട്ടുകാരുടെ അമ്മ ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ ഇത് എന്ന് പറയണേ 20 നെയിം സ്ലിപ്പിന് 80 രൂപ. ഇതാ പേരും അതുപോലെ തന്നെ ഫോട്ടോയും ഒക്കെ ക്ലാസ്സും ഡിവിഷനും ഒക്കെ സെറ്റ് ചെയ്ത് അവരങ്ങനെ നമുക്ക് തന്നതാണ്. ഇത് നല്ല സൂപ്പറായിട്ട് തോന്നിയിട്ട് അപ്പോൾ ഞാൻ ചേച്ചിയുടെ പിള്ളേർക്കും അതുപോലെ തന്നെ ഇവർക്കും ചെയ്തെടുത്തായിരുന്നു. ബാഗിൻ്റെ ഉള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഒരു റൗണ്ട്
ഇതാണ്. ഇത് ബുക്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് പ്ലാസ്റ്റിക് ഷീറ്റാണിത്. ഇത് കളർ ബ്രൗൺ പേപ്പറാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഇതൊരിക്കലും കീറില്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. നെക്സ്റ്റായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത് ഒരു അത് ബാഗിൻ്റെ കൂടെ ചേച്ചി ബാഗിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നെയിം സ്ലിപ്പ് പോകുന്നത് എൻ്റെ കുപ്പിയാണ്, ഇങ്ങനെ കുടിക്കാൻ പറ്റുന്നതാണ്. ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്, കളർ പ്ലാസ്റ്റിക് അല്ല, സ്റ്റീലാണ്, പക്ഷെ അത് കളറുണ്ടെന്നാണ്. 1 മാസം ബാഗ് ബിയോൺമോന് പുതിയത് മേടിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ നല്ല ബാഗാണ്, അത് കാരണം ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ബിയോണിന് ബാഗ് വാങ്ങിച്ചില്ല. അതെ, ഞാൻ നെക്സ്റ്റ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ടിഫിനാണ്. ഇല്ലെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതിയില്ല. ലാസ്റ്റായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ബോക്സാണ്. ഇതിൽ ഇങ്ങനത്തെ കാണുമ്പോൾ ഇതിങ്ങനെ തുറക്കാം. ഫ്ലിപ്പബിളാണ്. ഇവിടെ ഇങ്ങനെ ഞെക്കിയോ തോണോ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ. ഇതിപ്പോൾ ഈ മനുഷ്യൻ ഹായ് തരണത്, ഇതിപ്പോൾ ഈ മനുഷ്യൻ മൂണിക്കേരൻ പായ തരണം. ഇതിൽ ഒരു പരിപാടിയുണ്ട്, ഇങ്ങനെ തുറന്നിട്ട് ഇവിടെ പെൻസിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ മതി. ഇവിടെ അതേപോലെ തന്നെ കണ്ടോ ഇങ്ങനെ തുറക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും സാധനം ഇങ്ങനെ വെക്കാൻ പറ്റും. എൻ്റെ പടമൊക്കെ എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇതുണ്ട് കേട്ടോ, അത് കൂടെ ഞാൻ എടുക്കാൻ മറന്നു.